ഹൈ ഓൾ, വെൽക്കം ടു എൻട്രി. ഞാൻ വിഷ്ണു പുഷ്പരാജ്. നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പാർട്ട് അപ്പീൽ, റിവിഷൻ ആൻഡ് റിവ്യൂ. ദാറ്റ് മീൻസ് ട്രിബ്യൂണലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു ചെറിയ വീഡിയോ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിലെ പാർട്ട് 1 ആണ് കേട്ടോ. 2 പാർട്ടായിട്ട് തരംതിരിച്ച് പാർട്ട് 1 ആണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കറിയാം പരീക്ഷ അല്ലെ, നമ്മുടെ പുതിയ പരീക്ഷ 100 മാർക്കിനാണ്. 100 മാർക്കിന് 100 ചോദ്യങ്ങൾ. ഇപ്പൊ നമുക്ക് അതിന്റെ എന്താ പറയുക, ആ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ മാത്രമേ നമുക്ക് ഒഫീഷ്യലായിട്ട് വരേണ്ടതുള്ളൂ അല്ലെ. എങ്ങനെയാണ് അതിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ? ഓക്കെ, നമുക്കറിയാം പാറ്റ റൂൾസ് ആണെങ്കിലും കോർപ്പറേഷൻ ആണെങ്കിലും അക്കൗണ്ടൻസി ആണെങ്കിലും ബാങ്കിങ് ആണെങ്കിലും ഒക്കെ നമുക്ക് സിലബസിൽ വലിയ വ്യത്യാസങ്ങൾ വരാൻ സാധ്യതയില്ല. ഓക്കെ, എന്നാൽ നമ്മുടെ സിലബസിൽ വലിയ വ്യത്യാസങ്ങൾ വരാൻ ചാൻസ് ഇല്ല. ഈ മാർക്കിന്റെ ഡിസ്ട്രിബ്യൂഷൻ മാത്രമാണ്. കാരണം എങ്ങനെയാണ് അവരുടെ മാർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്, ഇപ്പൊ ഇംഗ്ലീഷ്, GK, മാത്സിനൊക്കെ എങ്ങനെയാണ്, അതുപോലെ നമ്മൾ എന്താണ് ആ മെയിൻ സബ്ജക്റ്റുകളുടെ മാർക്കിന്റെ ഡിസ്ട്രിബ്യൂഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമേ നമുക്ക് ഒരു കാര്യം എന്താണ് ഒരു സംശയം നിലനിൽക്കുന്നുള്ളൂ. ബാക്കിയൊക്കെ ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്കറിയാം. ഇത്രയും സിലബസുകൾ വലിയ വ്യത്യാസങ്ങൾ വരില്ല. അപ്പൊ ആക്ട റൂൾസ് ഒക്കെ എടുക്കുകയാണെങ്കിൽ തന്നെ എല്ലാ കാര്യങ്ങളും ഇപ്പൊ ലേറ്റസ്റ്റ് എക്സാംസ് ഒക്കെ നമ്മൾ ഒന്ന് അനലൈസ് ചെയ്യുമ്പോൾ മനസ്സിലാകുന്ന കാര്യങ്ങൾ വളരെ വിശദമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് അല്ലെ. അതായത് എങ്ങനെയാണ് ഓരോന്നിനും പറയുന്നത്, എങ്ങനെയാണ് വളരെ വിശദമായിട്ട് മനസ്സിലാക്കണം. ഒരു പ്രാക്ടിക്കൽ ലെവലിൽ തന്നെ നമ്മൾ എന്ത് ചെയ്തിരിക്കണം, ഇനിയും ഉള്ള എക്സാംസിന് വേണ്ടി നമ്മുടെ സബ്ജക്റ്റുകൾ പഠിക്കേണ്ടി വരും. ഇപ്പം അത് എന്താ പറയുക, ഇപ്പൊ ബാങ്കിങ് ആണെങ്കിലും അല്ലെങ്കിൽ അക്കൗണ്ടൻസി ഒക്കെ ആണെങ്കിൽ പോലും കാര്യങ്ങൾ പ്രാക്ടിക്കൽ ലെവലിൽ മനസ്സിലാക്കേണ്ട ഒരു പ്രാധാന്യം വരുന്നുണ്ട്. ഓക്കെ, പറഞ്ഞ സമയം കളയുന്നില്ല. നമ്മളിപ്പോ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു അപ്പീല്, റിവിഷൻ ആൻഡ് റിവ്യൂ. ദാറ്റ് മീൻസ് എന്താ അർത്ഥമാക്കുക, ട്രിബ്യൂണലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൽ നിന്നൊരു ചോദ്യം നമുക്ക് എന്താണ് പ്രതീക്ഷിക്കാം. അത്രത്തോളം പ്രാധാന്യമുള്ള ഒരു ചാപ്റ്റർ ആണ്. ഓക്കെ, ചാപ്റ്റർ 13 അല്ലെ. ചാപ്റ്റർ 13 പറയുന്നത്. നമുക്കറിയാം ഏകദേശം 16ഓളം ചാപ്റ്ററുകളുണ്ട് ആക്ടില് അല്ലെ. 16 ചാപ്റ്ററിലെ 13ാമത്തെ ചാപ്റ്ററിലാണ് അപ്പീല്, റിവിഷൻ, റിവ്യൂ പറയുന്നത്. നമുക്കിപ്പോ എന്താണ് ക്ലാസ്സിലേക്ക് പോയാലോ, നമുക്ക് ഓരോ കാര്യങ്ങളായിട്ട് നോക്കാം. അപ്പൊ ഇവിടെ ആദ്യം പറയുന്നത് സെക്ഷൻ 81 ട്രിബ്യൂണൽ ആണ് അല്ലെ. ഇവിടെ പഠിക്കേണ്ടത് സെക്ഷൻ 81 മുതൽ സെക്ഷൻ 87 വരെയാണ്. ഇപ്പം സെക്ഷൻ 81 ട്രിബ്യൂണൽ, 82 അപ്പീൽ ടു ട്രിബ്യൂണൽ, 83 അപ്പീൽ ടു അതർ അതോറിറ്റീസ്, പിന്നെ റിവിഷൻ, റിവ്യൂ, ഇന്റർലോക്യൂട്ടറി പവർ ഓഫ് ഗവൺമെന്റ് ആൻഡ് രജിസ്റ്റർ ഫോർ റിവിഷൻ. അങ്ങനെ 87ഓളം സെക്ഷൻസ്, അതായത് 81 മുതൽ 87 വരെയുള്ള സെക്ഷൻസിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. പിന്നെ റൂളും ഉണ്ട് കേട്ടോ. ഇതുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട റൂൾസും പഠിക്കാനുണ്ട്. ഓക്കെ, സമയം കളയുന്നില്ല, നമുക്ക് ട്രിബ്യൂണൽ ചർച്ച ചെയ്യാം. അപ്പൊ നോക്കിയാടെ, സെക്ഷൻ 81 എന്തിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്, ആ ട്രിബ്യൂണലിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത് സെക്ഷൻ 81. ഇവിടെ കുറച്ച് പ്രധാനപ്പെട്ട പോയിന്റ്സുകൾ നമുക്ക് മനസ്സിലാക്കി പോകാനുള്ളതേ ഉള്ളൂ. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് സെക്ഷൻ 81 ട്രിബ്യൂണൽ എന്നാണ്. സെക്ഷൻ 81 ട്രിബ്യൂണലിനെ കുറിച്ച് പറയുന്നത്. അപ്പം ട്രിബ്യൂണൽ എന്നോട് അർത്ഥമാക്കുന്നത് അതൊരു അപ്പീലിംഗ് അതോറിറ്റിയാണ്. എന്താണ് ട്രിബ്യൂണൽ? അപ്പീലിംഗ് അതോറിറ്റിയാണ്. അതായത് ഏതോ ചില വിധികൾക്കെതിരെ നമ്മൾ ട്രിബ്യൂണലിന് മുൻപാകെയാണ് അപ്പീൽ സമർപ്പിക്കേണ്ടത്. അപ്പൊ ആ വിധികൾ ഏതൊക്കെയാണ് അല്ലെ, എന്തിനൊക്കെ എതിരെയാണ് നമ്മൾ ട്രിബ്യൂണലിനെ സമീപിക്കേണ്ടതെന്ന കാര്യം നമുക്ക് മനസ്സിലാക്കും. അപ്പൊ ആദ്യം ട്രിബ്യൂണലിനെ പറ്റി നോക്കാം. സെക്ഷൻ 81 ട്രിബ്യൂണലിനെ കുറിച്ച് പഠിക്കേണ്ടത്, അതൊന്ന് മനസ്സിലാക്കിയിരിക്കുക. ഫസ്റ്റ് പോയിന്റ് പറയാണ്, ദ ഗവൺമെന്റ് ഷാൾ കോൺസ്റ്റിറ്റ്യൂട്ട് എ സിംഗിൾ മെമ്പർ ട്രിബ്യൂണൽ. ഫസ്റ്റ് പോയിന്റ് മനസ്സിലാക്കേണ്ടതാണ്, ആ ഗവൺമെന്റ് ആണ് ട്രിബ്യൂണലിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. അങ്ങനെയുള്ള മുൻകാല ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് അല്ലെ. ഇപ്പം ഹൂ ഷാൾ കോൺസ്റ്റിറ്റ്യൂട്ട് ട്രിബ്യൂണൽ എന്ന് ചോദിച്ചാൽ മനസ്സിലാക്കുക, ദ ഗവൺമെന്റ് ഷാൾ കോൺസ്റ്റിറ്റ്യൂട്ട് എ സിംഗിൾ മെമ്പർ ട്രിബ്യൂണൽ. അതും വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. എന്താണ് സിംഗിൾ മെമ്പർ? ഇപ്പൊ ട്രിബ്യൂണൽ എന്ന് പറയുന്നത് എത്രയാണ്? ഒറ്റ ഒരാളെ ഉള്ളായിരിക്കും, സിംഗിൾ മെമ്പർ ആയിരിക്കും അല്ലെ. ദ ഗവൺമെന്റ് ഷാൾ കോൺസ്റ്റിറ്റ്യൂട്ട് എ സിംഗിൾ മെമ്പർ ട്രിബ്യൂണൽ. എന്തിനു വേണ്ടിയാണ് ഗവൺമെന്റ് ഒരു സിംഗിൾ മെമ്പർ ട്രിബ്യൂണലിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്? ടു എക്സർസൈസ് ദ പവേഴ്സ് ആൻഡ് ഡിസ്ചാർജ് ദ ഫങ്ഷൻസ് കൺഫേർഡ് ഓൺ ദി ട്രിബ്യൂണൽ അണ്ടർ ദിസ് ആക്ട്. അപ്പൊ ഈ ആക്ട് പ്രകാരം ട്രിബ്യൂണലിന്റെ പവറുകളൊക്കെ എന്താണ്, പവറുകളും ട്രിബ്യൂണൽ അധികാരങ്ങളൊക്കെ ഡിസ്ചാർജ് ചെയ്യാൻ വേണ്ടിയും, അതുപോലെ ഈ ആക്ട് പ്രകാരം ട്രിബ്യൂണൽ ചില ചുമതലകളുണ്ട്, ഫങ്ഷൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ നിർവഹിക്കാൻ വേണ്ടിയാണ് ഗവൺമെന്റ് ഒരു സിംഗിൾ മെമ്പർ ട്രിബ്യൂണലിനെ സെക്ഷൻ 81 സബ് സെക്ഷൻ 1 പ്രകാരം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. നിങ്ങൾ പഠിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. സെക്ഷൻ 81 ട്രിബ്യൂണൽ ഗവൺമെന്റ് ആണ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്, സിംഗിൾ മെമ്പർ ട്രിബ്യൂണൽ ആയിരിക്കും. ക്ലിയർ ആയില്ലേ? 3 പോയിന്റ് അല്ലെ. ആദ്യത്തെ നമ്മൾ പഠിക്കുമ്പോൾ സെക്ഷൻ 81 പറയുന്നു, പിന്നെ ഗവൺമെന്റ് ആണ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്, ട്രിബ്യൂണൽ ഒരു സിംഗിൾ മെമ്പർ ആയിരിക്കും. ക്ലിയർ ആണ് ഞാൻ വിചാരിക്കുന്നു. അടുത്ത രണ്ടാമത്തെ സബ്സെക്ഷനിൽ പറയുകയാണ്,
A person shall not be qualified for appointment as a member of the tribunal unless he is or has been holding the post of a district judge in the state എന്ന് പറയുകയാണ്. ഇപ്പൊ എന്താണ് അവിടെ അർത്ഥമാക്കുന്നത്? ട്രിബ്യൂണൽ ആകേണ്ട വ്യക്തിയുടെ യോഗ്യതയെ കുറിച്ചാണ് പറയുക അല്ലെ. ഏത് യോഗ്യതയുള്ള വ്യക്തിയാണ് ട്രിബ്യൂണൽ ആക്കേണ്ടത് എന്നൊരു എന്താ പറയുക ആ ഒരു ചോദ്യത്തിന് എന്ത് ചെയ്യുകയാണ് നമ്മൾ സെക്ഷൻ 81 സബ്സെക്ഷൻ 2 ഉത്തരം വരികയാണ്. എന്താണ് ട്രിബ്യൂണലിന്റെ യോഗ്യത എന്നുള്ളത് നോക്കിയാലോ. അപ്പോൾ ഇവിടെ പറഞ്ഞത് എ പേഴ്സൺ ഷാൽ നോട്ട് ബി ക്വാളിഫൈഡ് ഫോർ അപ്പോയിന്റ്മെന്റ് ആസ് എ മെമ്പർ ഓഫ് ദ ട്രിബ്യൂണൽ അൺലെസ് ഹി ഈസ് ഓർ ഹാസ് ബീൻ ഹോൾഡിംഗ് ദ പോസ്റ്റ് ഓഫ് എ ഡിസ്ട്രിക്ട് ജഡ്ജ് ഇൻ ദ സ്റ്റേറ്റ് എന്ന്. അതായത് സംസ്ഥാനത്തെ ഒരു ജില്ലാ ജഡ്ജിയുടെ പദവിയിലുള്ളതോ ഉണ്ടായിരുന്നതോ അല്ലെ, നിലവിലുള്ളതോ അല്ലെങ്കിൽ ഉണ്ടായിരുന്നതോ ആയ വ്യക്തിക്കല്ലാതെ ട്രിബ്യൂണൽ അംഗമായി നിയമിക്കപ്പെടുന്നതിന് യോഗ്യത ഉണ്ടായിരിക്കുന്നതല്ല. നെഗറ്റീവിനാണ് പറയുക അല്ലെ. സംസ്ഥാനത്തെ ഒരു ജില്ലാ ജഡ്ജിയുടെ പദവിയിലുള്ളതോ ഉണ്ടായിരുന്നതോ ആയ വ്യക്തിക്കല്ലാതെ ട്രിബ്യൂണൽ അംഗമായി നിയമിക്കപ്പെടുന്നതിന് യോഗ്യത ഉണ്ടായിരിക്കുന്നതല്ല എന്ന് പറഞ്ഞാല് ഒരു ജില്ലാ ജഡ്ജി റാങ്കുള്ള വ്യക്തിയായിരിക്കണം. മനസ്സിലാവുന്നുണ്ടോ? ഒറ്റ കാര്യം എന്താണ് ട്രിബ്യൂണൽ ആകുമ്പോൾ എന്താണ് ഒരു ജില്ലാ ജഡ്ജി റാങ്കുള്ള വ്യക്തിയായിരിക്കണം അല്ലെ. ഹി ഈസ് ഓർ ഹാസ് ബീൻ ഹോൾഡിംഗ് ദ പോസ്റ്റ് ഓഫ് എ ഡിസ്ട്രിക്ട് ജഡ്ജി ഇൻ ദ സ്റ്റേറ്റ്. നമ്മുടെ സംസ്ഥാനത്തെ ഒരു ജില്ലാ ജഡ്ജിയുടെ പദവിയിൽ ഉള്ളതോ അല്ലെങ്കിൽ ഉണ്ടായിരുന്നതോ ആയ വ്യക്തിക്ക് മാത്രമേ ട്രിബ്യൂണൽ ആയിട്ട് സെക്ഷൻ 81 പ്രകാരം അപ്പോയിന്റഡ് ആകാൻ പറ്റുകയുള്ളൂ. അപ്പൊ ആദ്യം പറഞ്ഞു ഗവൺമെന്റ് ആണ് അപ്പോയിന്റ് ചെയ്യുന്നത്, സിംഗിൾ മെമ്പർ ആണ്, ജില്ലാ ജഡ്ജി റാങ്ക് ഉള്ളതോ ഉണ്ടായിരുന്നതോ ആയ വ്യക്തിയായിരിക്കണം. ഇനി അടുത്ത പോയിന്റൊന്നും വലിയ പ്രാധാന്യമില്ല കേട്ടോ. അടുത്ത പോയിന്റിലൊന്നും വലിയ പ്രാധാന്യമില്ല. അദ്ദേഹത്തിന്റെ ടേം അല്ലെ, അംഗത്തിന്റെ കാലാവധി, ശമ്പളം, അലവൻസുകൾ, മറ്റ് ആനുകൂല്യങ്ങൾ, ടേം, സാലറി ആൻഡ് അലവൻസസ് ആൻഡ് അതർ കണ്ടീഷൻസ് ഫോർ സർവീസ് ഓഫ് ദ മെമ്പർ ഷാൾ ബി സച്ച് ആസ് മേ ബി ഡിസൈഡഡ് ബൈ ഗവൺമെന്റ് ഫ്രം ടൈം ടു ടൈം കേട്ടോ. അദ്ദേഹത്തിന്റെ സേവന വ്യവസ്ഥയെ കുറിച്ചാണ്. അദ്ദേഹത്തിന്റെ സേവന വ്യവസ്ഥകളാണ് അല്ലെ. എന്താ പറയുക? അംഗത്തിന്റെ കാലാവധി അല്ലെ, ടേം, സാലറി അല്ലെ, ശമ്പളം, പിന്നെ എന്താണ് അലവൻസുകളും മറ്റ് സേവന വ്യവസ്ഥകളും സർക്കാർ അതാത് കാലം നിശ്ചയിക്കുന്ന പ്രകാരമായിരിക്കും. അദ്ദേഹത്തിന്റെ ശമ്പളം എത്രയാണ്, കാലാവധി എത്രയാണ്, അലവൻസുകളൊക്കെ എത്രയാണെന്ന് ഗവൺമെന്റ് സമയാസമയം തീരുമാനിക്കും. അതിൽ വലിയ പ്രാധാന്യമില്ല കേട്ടോ. പറഞ്ഞപ്പോൾ നമ്മൾ സെക്ഷനിൽ പറയുന്നു അല്ലെ, ഉപവകുപ്പ് സബ്സെക്ഷനിൽ പറഞ്ഞത് കൊണ്ട് ഞാൻ ഇവിടെ പറഞ്ഞതേ ഉള്ളൂ. വലിയ പ്രാധാന്യമില്ല. ആ മൂന്നാമത്തെ പോയിന്റിന് വലിയ പ്രാധാന്യമില്ല. പിന്നെ നാലാമത്തേത് ഗവൺമെന്റ് ഷാൾ മേക്ക് റൂൾ ഫോർ റെഗുലേറ്റിംഗ് ദ പ്രൊസീജിയർ ആൻഡ് ഡിസ്പോസൽ ഓഫ് ദ ബിസിനസ് ഓഫ് ദി ട്രിബ്യൂണൽ എന്ന് പറയാൻ എന്താ അർത്ഥമാക്കുക? പറയുന്നുണ്ട് ട്രിബ്യൂണലിന്റെ പ്രവർത്തനങ്ങളും നടപടിക്രമങ്ങളും സംബന്ധിച്ച ചട്ടങ്ങൾ സർക്കാർ നിർമ്മിക്കേണ്ടതാണ്. എങ്ങനെയാണ് അദ്ദേഹം കാര്യങ്ങൾ ചെയ്യേണ്ടത്, എങ്ങനെയാണ് അദ്ദേഹം എന്താ പറയുക അദ്ദേഹത്തിന്റെ ആ ഒരു ചുമതലകൾ എങ്ങനെയാണ് നിർവഹിക്കേണ്ടതെന്നൊക്കെ ഗവൺമെന്റ് സമയാസമയങ്ങളിൽ എന്താണ് ചട്ടങ്ങൾ, റൂൾസ് ഒക്കെ ഇറക്കുന്നു ഓർത്ത് വെച്ചേക്കുക. ഇവിടെ ഇപ്പൊ 81 സെക്ഷൻ 81 പറയുന്ന ട്രിബ്യൂണൽ നിങ്ങൾ പഠിക്കുന്ന പോലെ ഒന്നുകൂടെ പറയാം. സെക്ഷൻ 81 ട്രിബ്യൂണൽ ഗവൺമെന്റ് ആണ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. ഒരു സിംഗിൾ മെമ്പർ ട്രിബ്യൂണൽ ആയിരിക്കും. അദ്ദേഹത്തിന്റെ യോഗ്യത എന്ന് പറയുന്നത് ജില്ലാ ജഡ്ജി റാങ്കിൽ ഉള്ളതോ ഉണ്ടായിരുന്നതോ ആയ വ്യക്തി ആയിരിക്കണം. ഇത്രയും കാര്യങ്ങൾ മാത്രം സെക്ഷൻ 81 നിന്ന് നിങ്ങൾ പഠിച്ചാൽ മതി കേട്ടോ. അത്രയും പഠിച്ചാൽ മതി. അടുത്താണ് 82. എന്താണ് 82? വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പീൽ ടു ട്രിബ്യൂണൽ. ട്രിബ്യൂണലിന് മുൻപാകെ അപ്പീൽ കൊടുക്കുന്ന കാര്യങ്ങളാണ് അല്ലെ. അപ്പീൽ ടു ട്രിബ്യൂണലുമായി ബന്ധപ്പെട്ടതാണ് സെക്ഷൻ 82. അപ്പൊ നമ്മള് എല്ലാ കാര്യങ്ങൾക്കും ഒന്നും ട്രിബ്യൂണലിന് മുൻപാകെ നമുക്ക് അപ്പീലും കൊണ്ട് പോകാൻ പാടില്ല. സംഘത്തിലുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും അല്ലെങ്കിൽ നമ്മുടെ സഹകരണ സംഘവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ട്രിബ്യൂണലിന്റെ മുൻപാകെ നമുക്ക് അപ്പീലിന് പോകാൻ പറ്റില്ല. ചില കാര്യങ്ങൾ പറയുന്നുണ്ട്, ഏതൊക്കെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാണ് ട്രിബ്യൂണലിന് മുൻപാകെ അപ്പീൽ പോകേണ്ടത് എന്ന് പറയുന്നുണ്ട്. അതാണ് സെക്ഷൻ 82 പറയുന്നത്. അപ്പീൽ ടു ട്രിബ്യൂണൽ അല്ലെ. ഏതെങ്കിലും പ്രതികൂല നടപടിക്ക് വിധേയനായ വ്യക്തിക്കാണ്. അനുകൂലമായ ഒരു വ്യക്തി ഒരിക്കലും അപ്പീലിന് പോവില്ല. ഏതെങ്കിലും ഒരു വിധിയില് എന്താ പറയുക സംതൃപ്തനല്ലാത്ത വ്യക്തി അല്ലെ, അതൃപ്തിയുള്ള വ്യക്തിയായിരിക്കും. ഇപ്പൊ സംതൃപ്തിയുള്ള വ്യക്തിയാണെങ്കിൽ ആ വിധി കൊണ്ട് എന്താണ് ഓക്കെയാണ്. പക്ഷെ ഒരു വിധിയിൽ ഒരാള് സംതൃപ്തി ഇല്ല അല്ലെ, സംതൃപ്തി ഇല്ലെങ്കിൽ അതൃപ്തിയാണെങ്കിൽ അദ്ദേഹം എന്തുകൊണ്ട് പോകും? അപ്പീലിന് പോകും. ഇപ്പൊ ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് ട്രിബ്യൂണലിന്റെ മുൻപാകെ അപ്പീൽ പോകുന്നത് എന്ന് നമുക്ക് ഈ ഒരു സെക്ഷൻ 82 പറയുന്നത്. ഒന്നാമത് പറയാണ് an award of the cooperative arbitration court under subsection 1 of section 70. സെക്ഷൻ 70 എന്താണ്? സെക്ഷൻ 70 അവാർഡുകളെ കുറിച്ച്, വിധികളെ കുറിച്ചൊക്കെ പറയുന്നതാണ് അല്ലെ. സെക്ഷൻ 69 എന്ന് പറഞ്ഞാൽ ഡിസ്പ്യൂട്ട്, തർക്കം. നമ്മൾ തർക്കവുമായി ബന്ധപ്പെട്ട് ഇപ്പൊ എന്താണ് പണപരമായ തർക്കം, മോണിറ്ററി ഡിസ്പ്യൂട്ട് ആണെങ്കിൽ നമ്മൾ രജിസ്ട്രാറിന്റെ മുൻപാകെ, നോൺ മോണിറ്ററി ഡിസ്പ്യൂട്ട് ആണെങ്കിൽ നമ്മൾ കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോടതിയുടെ ഒക്കെ മുൻപാകെ നമ്മൾ എന്ത് ചെയ്യും? ആ കേസുമായിട്ട് പോകും അല്ലെ. സെക്ഷൻ 69
തർക്കം, ഡിസ്പ്യൂട്ട് ടു ബി ഡിസൈഡഡ് ബൈ RCS ആണ് കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോടതി. അവിടെ പറയുന്നുണ്ട് പണപരമായ തർക്കമാണെങ്കിൽ എവിടെ പോകൂടെ? ആ പണപരമായ തർക്കമാണെങ്കിൽ നമ്മൾ എവിടെയാണ്? രജിസ്ട്രാറിന്റെ മുൻപാകെ. ഇനി എന്താണ് പണപരമല്ലാത്ത തർക്കമാണെങ്കിൽ നമ്മൾ ആർബിട്രേഷൻ കോടതിയുടെ മുൻപാകെ പോകും. അപ്പം അങ്ങനെ 69 പ്രകാരം അങ്ങനെ നമ്മൾ ഒരു എന്താ പറയുക കേസുമായി പോകുമ്പോൾ അതിന്റെ വിധി സെക്ഷൻ 70 പറയുക അല്ലെ. അവാർഡാണ്, അവാർഡ് വിധി അല്ലെ. സെക്ഷൻ 70 പ്രകാരം പറയും അവാർഡ്, ഓർഡർ, ഡിസിഷൻ എന്നൊക്കെ പറയും. അപ്പൊ അങ്ങനെ ഉണ്ടാകുന്ന വിധികൾക്കെതിരെ അല്ലെങ്കിൽ ഓർഡറിനെതിരെ അല്ലെങ്കിൽ എന്താണ് തീരുമാനങ്ങൾക്കെതിരെയാണ് നമ്മൾ പ്രധാനപ്പെട്ടതായിട്ട് സെക്ഷൻ 82 പ്രകാരം അപ്പീൽ പോവുക. ഒന്നാമത് പറയാണ് an award of the cooperative arbitration court, an award of the cooperative arbitration court under subsection 1 of section 70. സെക്ഷൻ 70 സബ്സെക്ഷൻ 1 പ്രകാരമുള്ള കാര്യത്തിനെതിരെ നമ്മൾ ട്രിബ്യൂണലിന്റെ മുൻപാകെ അപ്പീലിന് പോകും അല്ലെ. അപ്പൊ അവാർഡ് ഓഫ് കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോടതി എന്ന് പറഞ്ഞാൽ അവിടെ നോൺ മോണിറ്ററി ഡിസ്പ്യൂട്ടിന്റെ വിധിക്കെതിരെ ആയിരിക്കും. ശരിയല്ലേ അല്ലെ? മോണിറ്ററി ആണെങ്കിൽ രജിസ്റ്ററാ. ഇവിടെ നോൺ മോണിറ്ററി ഡിസ്പ്യൂട്ടിന്റെ വിധിക്കെതിരെ നമ്മൾ ട്രിബ്യൂണലിന്റെ മുൻപാകെ അതിൽ എന്താണ് സംതൃപ്തി അല്ലാത്ത ഒരാൾ അല്ലെങ്കിൽ അതൃപ്തനായ ഒരു വ്യക്തി എന്ത് ചെയ്യുന്നു? ട്രിബ്യൂണലിന്റെ മുൻപാകെ അപ്പീലിന് പോകാം. പിന്നെ ഇതൊക്കെ എന്താണ് പറയുക? ഓർഡർ ഓഫ് ദ രജിസ്ട്രാർ മെയ്ഡ് അണ്ടർ ക്ലോസ് 2 ഓഫ് സബ്സെക്ഷൻ 8 ഓർ ക്ലോസ് 2 ഓഫ് സബ്സെക്ഷൻ 9 ഓഫ് സെക്ഷൻ 14. ഇതൊന്നുമില്ല, പക്ഷെ ഇവിടെ നിന്ന് മാറ്റി കളഞ്ഞിട്ടില്ല. ഇപ്പോൾ ഇതൊന്നും വരുന്നില്ല കേട്ടോ. ഇപ്പോൾ ഒന്നുമില്ല, കാരണം ഇപ്പൊ നിലവിലെ സബ്സെക്ഷൻ 14 സെക്ഷൻ 14 ഇതിനെ കുറിച്ച് പറയുന്നില്ല. എങ്കിലും നമ്മുടെ ട്രിബ്യൂണലിൽ നിന്ന് ഇതിനെ എടുത്ത് കളഞ്ഞിട്ടില്ല. അത് നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല. അടുത്താണ് എനി ഡിസിഷൻ ഓഫ് ദ രജിസ്ട്രാർ മെയ്ഡ് അണ്ടർ സബ്സെക്ഷൻ 6 ഓഫ് സെക്ഷൻ 70. ഇപ്പൊ രജിസ്ട്രാറിന്റെ വിധിക്കെതിരെ സെക്ഷൻ 70 പ്രകാരമുള്ള രജിസ്ട്രാറിന്റെ വിധിക്കെതിരെയും നമ്മൾ ട്രിബ്യൂണലിന്റെ മുൻപാകെയാണ് അപ്പീൽ. അപ്പൊ സെക്ഷൻ 70 പ്രകാരമുള്ള രജിസ്ട്രാറിന്റെ വിധി എന്ന് പറഞ്ഞാൽ മോണിറ്ററി ഡിസ്പ്യൂട്ട്, പണപരമായ തർക്കത്തിനെതിരെയുള്ള വിധിക്കെതിരെ. ഒരു എന്താണ് പറയാ ധനപരമായ തർക്കം അല്ലെങ്കിൽ മോണിറ്ററി ഡിസ്പ്യൂട്ട് ഒക്കെ ആണെങ്കിൽ അതിനെതിരെ നമ്മൾ എന്താണ് അപ്പീലും കൊണ്ട് പോകുന്നതും ട്രിബ്യൂണലിന്റെ മുൻപാകെയാണെന്ന് ഓർത്ത് വെച്ചത്. ക്ലിയർ അല്ലേടെ? ട്രിബ്യൂണലിന്റെ മുൻപാകെയാണ് അതിന്റെ അപ്പീലിന് പോകുന്നത്. ഓക്കെ, അടുത്തതാണ് any decision under subsection 6 of section 70 of the person invested with the power in that behalf by the government. മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട മനസ്സിലാക്കേണ്ട ഒരു ഭാഗമാണ്. ഇപ്പൊ ഒരു രജിസ്ട്രാറിന്റെ മുൻപായി മനസ്സിലാക്കണം കേട്ടോ. ഇപ്പൊ നമ്മള് ഇത് ആക്ച്വലി നമ്മൾ 69 എഴുതി പറഞ്ഞ കാര്യമാണ്, എങ്കിലും ഞാൻ ഒന്ന് മനസ്സിലാക്കി തരാം. ഇപ്പോൾ ഒരു വിധി ഒരു ധനപരമായ തർക്കമാണെങ്കിൽ എന്താണ് മോണിറ്ററി ഡിസ്പ്യൂട്ട് ആണെങ്കിൽ ഞാൻ പറഞ്ഞു നമ്മൾ എവിടെ പോകും? രജിസ്ട്രാറിന്റെ മുൻപാകെ പോകും. ഇപ്പൊ രജിസ്ട്രാറിന്റെ മുൻപാകെ ഒരു മോണിറ്ററി ഡിസ്പ്യൂട്ട്, ഒരു പണപരമായ തർക്കവുമായി ബന്ധപ്പെട്ട ഒരു കേസ് വരികയാണെങ്കിൽ നമ്മുടെ രജിസ്ട്രാറിന് 3 ഓപ്ഷൻ ഉണ്ട്. ഒന്ന്, രജിസ്ട്രാറിന് സ്വന്തമായിട്ട് തന്നെ കേസ് പഠിച്ച് വിധി പറയാം. രണ്ടാമത്തെ കാര്യം എന്താണ്? ഗവൺമെന്റ് ഇതിലേക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ വേണ്ടി ഏതെങ്കിലും ഒരു വ്യക്തിയെ അല്ലെ അത് പറയാ എന്താണ് പേഴ്സൺ ഇൻവെസ്റ്റ് വിത്ത് പവർ ഇൻ ദാറ്റ് ബിഹാഫ് ബൈ ദ ഗവൺമെന്റ്. ഗവൺമെന്റ് ആരെങ്കിലും ഇങ്ങനത്തെ കാര്യത്തിന് വേണ്ടി അപ്പോയിന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ രജിസ്ട്രാറിന് ആ കേസ് എന്താണ് ആ വ്യക്തിയിലേക്ക് കൈമാറാം. മനസ്സിലാക്കണം. രജിസ്ട്രാറിന്റെ മുൻപാകെ ഒരു മോണിറ്ററി ഡിസ്പ്യൂട്ട് വരുന്നു. അങ്ങനെ വന്നാൽ ഒന്നാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ രജിസ്ട്രാറിന്റെ സ്വമേധയെ അതിന്മേൽ എന്ത് ചെയ്യാം? ആ കേസ് പഠിച്ച് വിധി പറയാം. രണ്ടാമത്തെ കാര്യം അല്ലെങ്കിൽ എന്താണ് തീരുമാനം പറയാം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു കാര്യത്തിന് വേണ്ടി, അതായത് ഇങ്ങനെ വരുന്ന കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഗവൺമെന്റ് ഏതെങ്കിലും ഒരു വ്യക്തിക്ക് അതോറിറ്റി നൽകിയിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിയിലേക്ക് കൈമാറാം. ഇനി അതുപോലെ രജിസ്ട്രാറിന് എന്ത് ചെയ്യാം? ഒരു ആർബിട്രേറ്ററിനെ അപ്പോയിന്റ് ചെയ്തുകൊണ്ട് ഈ കേസ് രജിസ്ട്രാറിന് കൈമാറി കൊടുക്കാം, ആർബിട്രേറ്ററിന് കൈമാറി കൊടുക്കാം. മനസ്സിലായോ? ഇപ്പം നോൺ മോണിറ്ററി ഡിസ്പ്യൂട്ട് ആണെങ്കിൽ ഒന്നും നടക്കില്ല. കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോടതി തന്നെ വിധി പറയണം. മോണിറ്ററി ഡിസ്പ്യൂട്ടുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തി രജിസ്ട്രാറിന് മുൻപാകെ പോയി കഴിഞ്ഞാൽ ഒന്നെങ്കിൽ രജിസ്ട്രാർ സ്വമേധയാ പഠിച്ച് വിധി പറയാം, അല്ലെങ്കിൽ തീരുമാനം പറയാം, ഡിസിഷൻ പറയാം, അല്ലെങ്കിൽ ഒരു ആർബിട്രേറ്ററെ അപ്പോയിന്റ് ചെയ്തുകൊണ്ട് അദ്ദേഹത്തിലേക്ക് ഈ കേസ് കൈമാറി കൊടുക്കുക. അതും അല്ലെങ്കിൽ ഗവൺമെന്റ് ഇതിലേക്ക് ആരെങ്കിലും അപ്പോയിന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിയിലേക്കും കൈമാറി കൊടുക്കുക. അങ്ങനെ രജിസ്ട്രാറിന് 3 ഓപ്ഷൻ ഉണ്ട്. രജിസ്ട്രാർ അങ്ങനെ ഗവൺമെന്റ് അപ്പോയിന്റ് ചെയ്യുന്ന ഒരു വ്യക്തിയിലേക്കാണ് ഇത് കൈമാറി കൊടുക്കുന്നതെങ്കിൽ ആ വ്യക്തിയുടെ വിധിക്കെതിരെയും സെക്ഷൻ 82 പ്രകാരം നമുക്ക് ട്രിബ്യൂണലിന് മുൻപാകെ അപ്പീലിന് പോകാമെന്ന് ഓർത്ത് വെച്ചേക്കുക. പിന്നെയാണ് ഞാൻ പറഞ്ഞല്ലേ എനി അവാർഡ് ഓഫ് ദി ആർബിട്രേറ്റർ അണ്ടർ സബ്സെക്ഷൻ 6 ഓഫ് സെക്ഷൻ 70. അതായത് രജിസ്ട്രാർ എന്ത് ചെയ്യുകയാണ്? ആ ഒരു ആർബിട്രേറ്ററിനെ അപ്പോയിന്റ് ചെയ്തുകൊണ്ട് അദ്ദേഹത്തിലേക്ക് ഈ കേസ് കൈമാറി കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ആ ആർബിട്രേറ്ററിന്റെ വിധിക്കെതിരെ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ട്രിബ്യൂണലിന് മുൻപാകെ അപ്പീൽ പോവാം. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്സുകളാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. ഇനി അവാർഡ് ഓഫ് ദ ആർബിട്രേറ്റർ അണ്ടർ സബ്സെക്ഷൻ 6 അത് കിടന്നു മനസ്സിലാക്കുക. വിതിൻ 60 days ഫ്രം ദ ഡേറ്റ് ഓഫ് സച്ച് ഡിസിഷൻ ഓർ അവാർഡ് ആസ് ദ കേസ് മേ ബി. അപ്പോൾ നമ്മൾ സെക്ഷൻ 82 പ്രകാരം ട്രിബ്യൂണലിന് മുൻപിലേക്ക് നമ്മൾ അപ്പീൽ കൊടുക്കുമെന്ന് പറഞ്ഞു. അപ്പൊ എപ്പോഴാണ് അപ്പീൽ കൊടുക്കേണ്ടത്?
സമയപരിധി പറയുന്നത്. അതായത് ഇവരുടെയൊക്കെ വിധി ഒന്നുകിൽ കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോടതിയുടെ, അല്ലെങ്കിൽ രജിസ്ട്രാറുടെ, അല്ലെങ്കിൽ ആർബിട്രേറ്റർ, അല്ലെങ്കിൽ ഗവൺമെന്റ് അപ്പോയിന്റ് ചെയ്ത വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിയുടെ, ഇവരുടെയൊക്കെ വിധിക്കെതിരെ, ഇവരുടെയൊക്കെ വിധി വന്ന് അല്ലെങ്കിൽ എന്താ പറയുക തീരുമാനം വന്ന് അല്ലെ പറയുന്നുണ്ട്, അവാർഡ് ഓർ ഡിസിഷൻ, വിധിയോ അല്ലെങ്കിൽ തീരുമാനമോ വന്ന് 60 ദിവസത്തിനകമായിട്ട് വേണം നമ്മൾ ട്രിബ്യൂണലിന്റെ മുൻപാകെ അപ്പീൽ സമർപ്പിക്കാൻ. എത്ര ദിവസമാണ്? 60 ദിവസം. മനസ്സിലാക്കണം കേട്ടോ. വിതിൻ 60 days, 60 ദിവസത്തിനകമായിട്ട് നമ്മൾ അപ്പീല് സമർപ്പിക്കണം എന്ന് ഓർത്ത് വെച്ചേക്കുക. ക്ലിയർ അല്ലേ? വിതിൻ 60 days, 60 ദിവസത്തിനകമായിട്ട് നമ്മൾ അപ്പീല് സമർപ്പിക്കണം. ഓക്കെ, ഫ്രം ദ ഡേറ്റ് ഓഫ് സച്ച് ഡിസിഷൻ ഓർ അവാർഡോ അല്ലെങ്കിൽ എന്താ പറയുക ഡിസിഷനോ വന്ന് 60 ദിവസത്തിനകമായിട്ട് നമ്മൾ അപ്പീല് ട്രിബ്യൂണലിന് മുൻപാകെ സമർപ്പിക്കണം. As case may be, appeal to the tribunal and tribunal may pass such order on the appeal. അപ്പൊ നമ്മൾ അങ്ങനെ അപ്പീൽ നൽകി കഴിയുമ്പോൾ ട്രിബ്യൂണൽ എന്ത് ചെയ്യും? ആ അപ്പീലിന്മേൽ ഓർഡർ അല്ലെ വിധി പറയും, അല്ലെങ്കിൽ തീരുമാനം എടുക്കും എന്ന് ഓർത്ത് വെച്ചിരിക്കുക. അപ്പൊ ഓർത്ത് നോക്കിയിട്ട് 60 ദിവസത്തിനകമായിട്ട് നമ്മൾ അപ്പീൽ സമർപ്പിക്കണം. ഇനി ട്രിബ്യൂണലിന് മുൻപാകെ അങ്ങനെ അപ്പീൽ സമർപ്പിച്ചാൽ ട്രിബ്യൂണല് എത്ര നാളുകൾക്കകമായിട്ട് അതിന്മേൽ വിധി പ്രഖ്യാപിക്കണം എന്നുള്ള ഒരു ചോദ്യമുണ്ട്. അതിനുള്ള ഉത്തരവാണ് അടുത്ത് വരുന്നത്. The tribunal shall pass an order under subsection 1 within 6 months, അല്ലെ നോക്കിയേ, within 6 months with direction to communicate copies thereof within 15 days to the parties thereof എന്ന് പറയുന്നുണ്ട്. അതായത് 60 ദിവസമാകുമ്പോൾ ട്രിബ്യൂണലിന് മുൻപാകെ നമ്മൾ അപ്പീൽ കൊടുക്കുന്നു. ഇനി ട്രിബ്യൂണലിന് മുൻപാകെ എത്ര നാളുണ്ട്? 6 മാസം. The tribunal shall pass an order under subsection 1 വിതിൻ 6 months. അപ്പം ട്രിബ്യൂണലിന് മുൻപാകെ ഒരു അപ്പീൽ ലഭിച്ചാൽ അപ്പീൽ ലഭിച്ച് 6 മാസത്തിനകമായിട്ട് എന്ത് ചെയ്യണം? ട്രിബ്യൂണൽ അത് പഠിച്ച് വിധി പ്രഖ്യാപിക്കണം. ക്ലിയർ ആയോടെ? ക്ലിയർ ആയോ? The tribunal shall pass an order under subsection 1 within 6 months with the direction to communicate the copies thereof within 15 days to the parties thereof. അങ്ങനെ 6 മാസത്തിനകമായിട്ട് വിധി പ്രഖ്യാപിച്ചാൽ മാത്രം പോരാ, 6 മാസത്തിനകമായിട്ട് വിധി പ്രഖ്യാപിക്കണം. വിധി പ്രഖ്യാപിച്ച ദിവസം മുതൽ 15 ദിവസത്തിനകമായിട്ട് എന്താണോ ആ വിധിയുടെ എന്താണ് പറയാ കമ്മ്യൂണിക്കേറ്റ് ദ കോപ്പീസ് thereof, എന്താണോ ആ ഓർഡർ അല്ലെ, ആ ഓർഡർ എന്താണോ അതിന്റെ വിധി പകർപ്പ് 15 ദിവസം എന്നാണോ വിധി പ്രഖ്യാപിക്കുന്നത്, വിധി പ്രഖ്യാപിച്ച് 15 ദിവസത്തിനകമായിട്ട് ആ വിധി പകർപ്പ് ഇരു പാർട്ടിയിൽ, വാദിഭാഗമുണ്ട് പ്രതിഭാഗമുണ്ട് അല്ലെ, ഇരു പാർട്ടികളിലേക്ക് നൽകിയിരിക്കണമെന്ന് ഓർത്തു വെച്ചു. വളരെ സിമ്പിൾ ആണ്. The tribunal shall pass an order under subsection 1 within 6 months with the direction to communicate copies thereof within 15 days to the parties thereof. അപ്പൊ 6 മാസത്തിനകമായിട്ട് വിധി പ്രഖ്യാപിക്കണം. വിധി പ്രഖ്യാപിച്ച് 15 ദിവസത്തിനകമായിട്ട് വിധി പകർപ്പ് ഇരു പാർട്ടികളിലേക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്ന് ഓർത്തു വെച്ചത്. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒന്ന് ഓർത്തു വെച്ചേക്കട്ടെ. വളരെ പ്രധാനപ്പെട്ടതാണ്, മനസ്സിലാക്കണം. വളരെ പ്രധാനപ്പെട്ടതാണ്, നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അടുത്ത പോയിന്റ്, an order passed by the tribunal under subsection 1 shall be final എന്ന് ഓർത്തു വെച്ചു. an order passed by the tribunal under subsection 1 shall be final. അപ്പൊ ഓർത്ത് നോക്കിയുടെ 81 പ്രകാരം നമ്മൾ ട്രിബ്യൂണലിനെ കുറിച്ച് പറയുന്നത് 82 അപ്പീൽ കൊടുക്കുന്നു. അപ്പീൽ കൊടുക്കേണ്ട എത്ര ദിവസത്തിനകമായിട്ടാണ്? 60 ദിവസത്തിനകമായിട്ട് അപ്പീൽ കൊടുക്കണം. അങ്ങനെ ഒരു അപ്പീൽ ട്രിബ്യൂണലിന് മുൻപായി വന്നു കഴിഞ്ഞാൽ ട്രിബ്യൂണൽ അങ്ങനെ അപ്പീൽ കിട്ടി 6 മാസത്തിനകമായിട്ട് വിധി പ്രഖ്യാപിക്കണം. വിധി പ്രഖ്യാപിക്കുന്ന അന്ന് മുതൽ 15 ദിവസത്തിനകമായിട്ട് ഇരു പാർട്ടികളിലേക്കും ഈ വിധിയുടെ പകർപ്പ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാവുന്ന ഭാഗമാണ്. 81 ഞാൻ പഠിപ്പിച്ചു, 82 പഠിപ്പിച്ചു. അടുത്ത വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സെക്ഷൻ 83 ആണ്, അപ്പീൽ ടു അതർ അതോറിറ്റീസ്. എന്താണ് അപ്പീൽ ടു അതർ അതോറിറ്റീസ്? അപ്പൊ ഞാൻ പറഞ്ഞു, നമ്മൾ ചില കാര്യങ്ങൾ മാത്രമല്ല ട്രിബ്യൂണൽ മുൻപാകെ അപ്പീൽ പോകും. സെക്ഷൻ 70 പ്രകാരമുള്ള വിധിക്കെതിരെയാണ് പ്രധാനപ്പെട്ടതാണ് നമ്മൾ ട്രിബ്യൂണലിന്റെ മുൻപാകെ അപ്പീൽ പോകുക. ഏത് പ്രകാരമാണ്? സെക്ഷൻ 70 പ്രകാരമുള്ള അവാർഡ്, ഓർഡർ ഓർ ഡിസിഷൻ, അതിനെതിരെയാണ് നമ്മൾ സെക്ഷൻ 82 പ്രകാരം ട്രിബ്യൂണലിന്റെ മുൻപാകെ നമ്മൾ എന്ത് ചെയ്യുക? അപ്പീൽ പോകുന്നു. അത് മാത്രമല്ല, ഇനി ഒരുപാട് കാര്യങ്ങളില്ലേ, ആ കാര്യങ്ങൾക്കെതിരെ എല്ലാം നമുക്ക് അപ്പീലുമായി ബന്ധപ്പെട്ട് പോകണം അല്ലേ? അതായത് അപ്പീൽ ടു അതർ അതോറിറ്റീസ്, മറ്റ് അതോറിറ്റീസിലേക്ക് നമ്മൾ അപ്പീൽ കൊടുക്കുന്നതിനെ കുറിച്ച് പ്രതിപാദിക്കുന്നതാണ് സെക്ഷൻ 83. അപ്പീൽ ടു അതർ അതോറിറ്റി, സെക്ഷൻ 83. നമുക്ക് വളരെ വിശദമായിട്ട് അപ്പീൽ ടു അതർ അതോറിറ്റീസ് നോക്കാം കേട്ടോ. വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങൾ പഠിക്കുമ്പോൾ തന്നെ ഷോർട്ടായിട്ട് തന്നെ ഇത് നോട്ട് ചെയ്ത് പോകണം. അപ്പീൽ ടു അതർ അതോറിറ്റി സെക്ഷൻ 83 അപ്പീൽ ടു അതർ അതോറിറ്റീസിനെ കുറിച്ച് പറയുന്നത്. നമുക്ക് നോക്കാം. ഒന്നാമത്തെയാണ് എന്താണ് പറയുക? an order of the registrar made under subsection 2 of section 7 refusing to register a society. അതായത് ഇപ്പൊ നമ്മള് ഒരു സംഘം രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി ഒരു അപേക്ഷ കൊടുക്കുന്നു.
അല്ലെ? ഇപ്പൊ സെക്ഷൻ 6 പ്രകാരം നമ്മൾ അപേക്ഷ കൊടുക്കും. സെക്ഷൻ 7 പ്രകാരമാണ് രജിസ്ട്രാർ നമുക്കത് രജിസ്റ്റർ ചെയ്ത് തരുന്നതിന് ഏതെങ്കിലും കാര്യം എന്താണ് പറയുക, എന്തെങ്കിലും കാരണങ്ങളാൽ ചിലപ്പോൾ അദ്ദേഹം നമ്മൾ കൊടുക്കുന്ന അപേക്ഷ നിരസിക്കുകയാണെങ്കിൽ, നമ്മൾ പഠിച്ചിട്ടുണ്ട് സെക്ഷൻ 7 സബ്സെക്ഷൻ 2 പ്രകാരമാണ് ഒരു സംഘത്തിന്റെ രജിസ്ട്രേഷനുള്ള അപേക്ഷ റെഫ്യൂസ് ചെയ്യുന്നത്. അങ്ങനെ റെഫ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എത്രയാണ്, 15 ദിവസത്തിനകമായിട്ട് ആ ചീഫ് പ്രൊമോട്ടറെ അല്ലെങ്കിൽ ആ സംഘത്തിനെ അറിയിക്കണം. അപ്പൊ അങ്ങനെ എന്താ പറയാ, സെക്ഷൻ 7 സബ്സെക്ഷൻ 2 പ്രകാരമുള്ള ഒരു റിജക്ഷനെതിരെ ഒരു സംഘം രജിസ്റ്റർ ചെയ്യാൻ അപേക്ഷ കൊടുത്തപ്പോൾ അതിനെതിരെ എന്താ പറയാ, അത് നമ്മുടെ രജിസ്ട്രാർ റിജക്ട് ചെയ്തെങ്കിൽ അതിനെതിരെ നമ്മൾ സെക്ഷൻ 83 പ്രകാരമായിരിക്കും അപ്പീലിന് പോവുക. അപ്പൊ ഇവിടെ അതർ അതോറിറ്റീസിൽ രണ്ടുപേരാണുള്ളത്. ആരൊക്കെയാണ്? രജിസ്ട്രാറും ഉണ്ട്, ഗവൺമെന്റും ഉണ്ട്. ആരൊക്കെയാണ്? രജിസ്ട്രാറും ഉണ്ട്, ഗവൺമെന്റും ഉണ്ട്. ഒരു ഫങ്ഷണൽ രജിസ്ട്രാറിന്റെ തീരുമാനങ്ങൾക്കെതിരെ അല്ലെങ്കിൽ എന്താ പറയുക ഓർഡറിനെതിരെയൊക്കെ നമ്മൾ അപ്പീൽ പോകുന്നത് രജിസ്ട്രാറിന്റെ അടുത്തും. ഇനി മെയിൻ രജിസ്ട്രാർ ആണെങ്കിൽ അദ്ദേഹത്തിന്റെ ഓർഡറിനൊക്കെ എതിരെ നമ്മൾ അപ്പീൽ പോകുന്നത് ആരുടെ അടുത്താണ്? സെക്ഷൻ 83 പ്രകാരം ഗവൺമെന്റ് അടുത്തുമാണ്. അത് മനസ്സിലാക്കണം. ഓക്കെ, ഇവിടെ അപ്പീൽ ടു അതർ അതോറിറ്റീസിൽ രണ്ടുപേരുണ്ട്, രജിസ്ട്രാറും ഉണ്ട്, ഗവൺമെന്റും ഉണ്ട്. ഇവ ഫങ്ഷണൽ രജിസ്ട്രാറിന്റെ തീരുമാനങ്ങൾക്കൊക്കെ എതിരെയാണെങ്കിൽ രജിസ്ട്രാറിന്റെ അടുത്തും. ഇപ്പൊ രജിസ്ട്രാറിന്റെ തീരുമാനങ്ങൾക്കൊക്കെ എതിരെയാണെങ്കിൽ നമ്മൾ ആരുടെ അടുത്താണ് പോകുക? രജിസ്ട്രാറിന്റെ തീരുമാനങ്ങൾക്കൊക്കെ എതിരെയാണെങ്കിൽ ഗവൺമെന്റിന്റെ അടുത്തുമാണ് പോകുക. അപ്പോൾ ആദ്യം പറയുന്നത് എന്താണ്? ഒരു സംഘം രജിസ്റ്റർ ചെയ്യാൻ അപേക്ഷ കൊടുത്തു, അത് റിജക്ട് ചെയ്യുകയാണെങ്കിൽ സെക്ഷൻ 7 സബ്സെക്ഷൻ 2 പ്രകാരമുള്ള റിജക്ഷനെതിരെ. രണ്ടാമത്തെയാണ് an order of the registrar made under subsection 4 and 6 of section 12 refusing to register an amendment of the bylaw of a society. ഒരു സംഘത്തിന്റെ ബൈലോ, ഉപനിബന്ധന അല്ലെ, സംഘത്തിന്റെ ഇന്റേണൽ ലോ എന്നൊക്കെ അറിയപ്പെടുന്ന ബൈലോ ആണ്. അങ്ങനെ ഒരു ഉപനിബന്ധനയുടെ ഭേദഗതിക്കെതിരെ അല്ലെ, നമ്മളൊരു സംഘത്തിന്റെ ബൈലോ അമെന്റ് ചെയ്തു അല്ലെ, അമെന്റ് ചെയ്താൽ മാത്രം പോലെ, നമുക്കറിയാം അത് പ്രാബല്യത്തിൽ വരണം എന്നുണ്ടെങ്കിൽ അത് രജിസ്റ്റർ ചെയ്യണം. പൊതുയോഗം കൂടി നമ്മൾ ബൈലോ അമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി നമ്മൾ രജിസ്ട്രാറിലേക്ക് കൊടുക്കും. അങ്ങനെ ആ ഒരു ബൈലോ അമെന്റ്മെന്റ് രജിസ്ട്രേഷൻ റിജക്ട് ചെയ്യുകയാണെങ്കിൽ അല്ലെ, എന്താണ് അവിടെ റിജക്ട് ചെയ്യുകയാണെങ്കിൽ അതിനെതിരെ നമ്മൾ അപ്പീൽ പോകുന്നത് സെക്ഷൻ 83 പ്രകാരം. ആദ്യം പഠിച്ചു രജിസ്ട്രേഷൻ റെഫ്യൂസ് ചെയ്യുകയാണെങ്കിൽ അതിനെതിരെ അപ്പീൽ പോകുന്നത് സെക്ഷൻ 83 ആണ്. രണ്ടാമത് പഠിക്കുന്നുണ്ട് ബൈലോ അമെന്റ്മെന്റ് രജിസ്ട്രേഷൻ അപേക്ഷ കൊടുക്കുമ്പോൾ അത് റിജക്ട് ചെയ്താൽ അതിനെതിരെയും സെക്ഷൻ 83 പ്രകാരം നമ്മൾ എന്ത് ചെയ്യും? അപ്പീൽ പോകും. അടുത്താണ് എ ഡിസിഷൻ ഓഫ് എ സൊസൈറ്റി റെഫ്യൂസിംഗ് ടു അഡ്മിറ്റ് എനി പേഴ്സൺ ആസ് എ മെമ്പർ ഓഫ് ദ സൊസൈറ്റി. ഏതെങ്കിലും ഒരു സംഘം അല്ലെ, എന്താണ് അവിടെ നമ്മൾ അംഗത്വത്തിന് അപേക്ഷ കൊടുത്തു. ഡിസിഷൻ ഓഫ് എ സൊസൈറ്റി റെഫ്യൂസിംഗ് ടു അഡ്മിറ്റ് എനി പേഴ്സൺ ആസ് എ മെമ്പർ. അതായത് ഒരു വ്യക്തിക്ക് അവിടെ അംഗത്വം നൽകാതിരിക്കുന്ന സാഹചര്യത്തിൽ, അല്ലെങ്കിൽ മെമ്പർഷിപ്പിനുള്ള അപേക്ഷ റെഫ്യൂസ് ചെയ്യുമ്പോൾ, നിരസിക്കുമ്പോൾ, അല്ലെങ്കിൽ എക്സ്പെല്ലിംഗ് എനി മെമ്പർ ഓഫ് ദ സൊസൈറ്റി, ഒരു സംഘത്തിലെ ഒരു അംഗത്തെ പുറത്താക്കുമ്പോൾ നമ്മൾ അപ്പീൽ പോകുന്ന സെക്ഷൻ 83 പ്രകാരമാണ്. നമ്മൾ മെമ്പർഷിപ്പിന് അപേക്ഷ കൊടുത്തു, അങ്ങനെ നമ്മൾ മെമ്പർഷിപ്പിന്റെ അപേക്ഷ നിരസിക്കുകയാണെങ്കിൽ അതിനെതിരെ അപ്പീൽ പോകുന്നതും സെക്ഷൻ 83 പ്രകാരമാണെന്ന് ഓർത്തു വെച്ചേക്കുക. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? ഒന്നാമത്തെ എന്തായിരുന്നു? സംഘത്തിന്റെ രജിസ്ട്രേഷൻ അപേക്ഷ നിരസിക്കുമ്പോൾ, രണ്ടാമത് പറയുന്നു ബൈലോ അമെന്റ്മെന്റിന്റെ അപേക്ഷ നിരസിക്കുമ്പോൾ, മൂന്നാമത് പറയുന്നു അവിടെ മെമ്പർഷിപ്പ് നൽകാത്ത സാഹചര്യത്തിലോ അല്ലെങ്കിൽ നിലവിലുള്ള ഒരു മെമ്പറെ പുറത്താക്കുമ്പോഴോ നമ്മൾ എന്താണ് അപ്പീൽ കൊടുക്കുന്നത് സെക്ഷൻ 83 പ്രകാരമായിരിക്കും. അടുത്തത് an order made by the registrar under section 67 apportion the cost of inquiry held under section 65 or an inspection made under section 65. സെക്ഷൻ 65 പ്രകാരമുള്ള ഇൻക്വയറിയുടെയോ അല്ലെങ്കിൽ സെക്ഷൻ 66 പ്രകാരമുള്ള ഇൻസ്പെക്ഷൻ ഒക്കെ വരുന്ന കോസ്റ്റ് അവിടെ രജിസ്ട്രാർ അപ്പോർഷൻ വിധിച്ച് കൊടുക്കും അല്ലെ? ശരിയല്ലേ? രജിസ്ട്രാർ എന്ത് ചെയ്യും? അവിടെ കോസ്റ്റ് അപ്പോർഷൻ ചെയ്യും. ചെലവ് എത്രയാണോ അത് വിധിച്ചു കൊടുക്കും. ആ വിധിച്ചു കൊടുക്കുമ്പോൾ അതിൽ തൃപ്തരല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? സെക്ഷൻ 83 പ്രകാരം നമുക്ക് എന്ത് ചെയ്യാം? എന്താണ് അപ്പീൽ പോകാം. ക്ലിയർ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, അതായത് സെക്ഷൻ 65 പ്രകാരമുള്ള ഇൻക്വയറിയുടെയും സെക്ഷൻ 66 പ്രകാരമൊക്കെയുള്ള ഇൻസ്പെക്ഷൻ നടത്തുമ്പോൾ അവിടെ ചെലവ്, അവിടുത്തെ കോസ്റ്റ് എന്ത് ചെയ്യും? കോസ്റ്റ് അപ്പോർഷൻ ചെയ്ത് കൊടുക്കും. ആര്? രജിസ്ട്രാർ. അപ്പൊ അതിൽ നമ്മൾ തൃപ്തരല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സെക്ഷൻ 83 പ്രകാരം എന്തിനു പോകാം? അപ്പീൽ പോകാം. അടുത്താണ് ആൻ ഓർഡർ ഓഫ് സർചാർജ് മെയ്ഡ് വിത്ത് രജിസ്റ്റർ അണ്ടർ സെക്ഷൻ 68. 68 പ്രകാരമുള്ള ഒരു സർചാർജ് ഓർഡറിനെതിരെ. ഇപ്പൊ സർചാർജ് ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താണ്? സർചാർജ് എന്ന് പറഞ്ഞാൽ എന്താണ്? നഷ്ടോത്തരവാദിത്തം. ആരുടെയെങ്കിലും പ്രവർത്തനം മൂലം സംഘത്തിന് നഷ്ടം ഉണ്ടെങ്കിൽ ആ നഷ്ടം ആ വ്യക്തിയിൽ നിന്ന് തന്നെ തിരിച്ചു പിടിക്കണം എന്ന് പറഞ്ഞ് അല്ലെ, ആ വ്യക്തി തന്നെ നികത്തി കൊടുക്കണം എന്ന് പറഞ്ഞ് എന്താണ് നമ്മുടെ രജിസ്ട്രാർ സെക്ഷൻ 68 പ്രകാരം സർചാർജ് ഓർഡർ ഇഷ്യൂ ചെയ്യും. അപ്പൊ അതിൽ തൃപ്തരല്ല, അതിനെതിരെ വേണമെങ്കിൽ സെക്ഷൻ 83 പ്രകാരം നമുക്ക് എന്തിനു പോകാം? അപ്പീൽ പോകാം. അടുത്താണ് an order made by the registrar under section 71 directing the winding up of a society. സെക്ഷൻ 71 പ്രകാരം രജിസ്ട്രാർ ഒരു സംഘത്തിന്റെ പ്രവർത്തനം അവസാനിപ്പിക്കണം, വൈൻഡപ്പ് ചെയ്യണം എന്ന് പറയുന്ന ഓർഡർ ഇഷ്യൂ ചെയ്താൽ അതിനെതിരെ അപ്പീൽ പോകുന്നതും സെക്ഷൻ 83 പ്രകാരമായിരിക്കും. ഓക്കെ, അടുത്ത പോയിന്റ് ആണ്
and any order made by the liquidator of society in exercise of the power conferred on him under section അല്ലെങ്കിൽ by section 73. ഇപ്പൊ സെക്ഷൻ 71 പ്രകാരം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു വൈൻഡിങ് അപ്പ് ഓർഡർ ഇട്ട സെക്ഷൻ 72 പ്രകാരം ലിക്വിഡേറ്ററിനെ അപ്പോയിന്റ് ചെയ്യും. ഇപ്പൊ സെക്ഷൻ 73 സെക്ഷൻ 71 പ്രകാരം രജിസ്ട്രാർ വൈൻഡിങ് അപ്പ് ഓർഡർ ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ സെക്ഷൻ 72 പ്രകാരം ആ വൈൻഡിങ് അപ്പ് ചെയ്യാൻ വേണ്ടി ഒരു ലിക്വിഡേറ്ററിനെ അപ്പോയിന്റ് ചെയ്യും. അപ്പം സെക്ഷൻ 73 ലിക്വിഡേറ്ററിന്റെ അധികാരങ്ങളെ കുറിച്ച് പറയുന്നത്. അടുത്ത് പറയുന്നത് ഓർഡർ മെയ്ഡ് ബൈ രജിസ്ട്രാർ അണ്ടർ എന്നാണ് സെക്ഷൻ 73 പ്രകാരം അദ്ദേഹം ലിക്വിഡേറ്ററിന്റെ അധികാരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഓർഡർ ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ അതിനെതിരെ അപ്പീൽ പോകുന്നു സെക്ഷൻ 83 പ്രകാരമായി. അടുത്താണ് എനി ഓർഡർ മെയ്ഡ് അണ്ടർ സെക്ഷൻ 76. ഇപ്പൊ 76 എന്ന് പറയുന്നത് എന്താണ്, എക്സിക്യൂഷൻ ഓഫ് ഓർഡേഴ്സ് ആണ്, അല്ലെ, ഉത്തരവുകൾ നടപ്പാക്കൽ. അതിനെതിരെ ഓർഡർ മെയ്ഡ് അണ്ടർ സെക്ഷൻ 76 എന്ന് പറയുന്നത് എക്സിക്യൂഷൻ ഓഫ് ഓർഡേഴ്സ് എന്നാണ് പറയുക, അവിധിയൊക്കെ നടപ്പാക്കുക. അങ്ങനെയുള്ള സെക്ഷൻ 76 പ്രകാരമുള്ള ഓർഡറിനെതിരെയും നമ്മൾ അപ്പീൽ പോകുന്നത് സെക്ഷൻ 83 അടുത്താണ് ഓർഡർ ഫോർ അറ്റാച്ച്മെന്റ് ഓഫ് എനി പ്രോപ്പർട്ടി മെയ്ഡ് ബൈ ദ രജിസ്ട്രാർ അണ്ടർ സെക്ഷൻ 78. അറ്റാച്ച്മെന്റ് ഓഫ് പ്രോപ്പർട്ടി ബിഫോർ അവാർഡ് ഓർ ഓർഡർ. ചില സാഹചര്യങ്ങളിൽ നമ്മൾ വിധി വരുന്നതിന് മുൻപ് എന്ത് ചെയ്യും, ജപ്തി നടപ്പാക്കും, അല്ലെ. നമ്മൾ വളരെ വിശദമായിട്ട് അത് സെക്ഷൻ 70 എന്താ പറയുക 76 അല്ലെ 78 വളരെ വിശദമാണ് നമ്മൾ പറയുന്നത്. അറ്റാച്ച്മെന്റ് ബിഫോർ അല്ലെ, അറ്റാച്ച്മെന്റ് എന്താ പറയുക ബിഫോർ അവാർഡ് ഓർ ഓർഡർ, ഒരു വിധിയോ അല്ലെങ്കിൽ ഒരു ഉത്തരവോ വരുന്നതിന് മുൻപായിട്ട് തന്നെ നമ്മൾ ചില സാഹചര്യങ്ങൾ പെട്ടെന്ന് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ അറ്റാച്ച് ചെയ്യും, ജപ്തി ചെയ്യും. അപ്പൊ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് സെക്ഷൻ ഇവിടെ പറയുന്നത്, സെക്ഷൻ 78 പറയുന്നത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അങ്ങനെ ഒരു ഓർഡർ വരുമ്പോൾ അതിനെതിരെ അപ്പീൽ പോകുന്നു സെക്ഷൻ 83 പ്രകാരം. അടുത്തതാണ് എനി ഓർഡർ മെയ്ഡ് ബൈ എനി പേഴ്സൺ എക്സർസൈസിങ് ഓൾ ഓർ എനി ഓഫ് ദ പവർ ഓഫ് ദ രജിസ്ട്രാർ. അപ്പൊ ഏതെങ്കിലും വ്യക്തി രജിസ്ട്രാറിന്റെ അധികാരങ്ങൾ പൂർണ്ണമായിട്ടോ ഭാഗികമായിട്ടോ കൈയാളിക്കൊണ്ട് ഇറക്കുന്ന ഉത്തരവുകൾക്കെതിരെ, ദാറ്റ് മീൻസ് ഫങ്ഷണൽ രജിസ്ട്രാർമാരുടെ തീരുമാനങ്ങൾക്കെതിരെ നമ്മൾ അപ്പീൽ പോകുന്നത് സെക്ഷൻ 83 പ്രകാരം. ഓക്കെ, ക്ലിയർ ആണെന്ന് ഞാൻ വിചാരിച്ചു. ഇപ്പൊ കുറെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു, ഇതിനെതിരെയൊക്കെ നമ്മൾ അപ്പീൽ പോകുന്നത് സെക്ഷൻ 83 പ്രകാരമാണെന്ന് ഓർത്തു വെച്ചേക്കുക. അപ്പൊ മനസ്സിലാക്കേണ്ടത്, അപ്പം നമ്മൾ ആദ്യം പഠിച്ചു 82 അപ്പീൽ ടു ട്രിബ്യൂണലിന് മുൻപാകെ പോകുന്ന പ്രധാനപ്പെട്ട സെക്ഷൻ 70 പ്രകാരമുള്ള വിധികൾക്കെതിരെയാണെങ്കിൽ ഇവിടെ മറ്റു കാര്യങ്ങൾക്കെതിരെ നമ്മൾ സെക്ഷൻ 83 പ്രകാരമായിരിക്കും ഇവിടെ അപ്പീൽ ടു അതർ അതോറിറ്റി. അപ്പീൽ ടു അതർ അതോറിറ്റിയിൽ രണ്ടുപേരാണ്, ഒന്ന് രജിസ്ട്രാറും വരുന്നുണ്ട്, ഗവൺമെന്റും വരുന്നുണ്ട്. ഫങ്ഷണൽ രജിസ്ട്രാറിന്റെ തീരുമാനങ്ങൾക്കെതിരെ അപ്പീൽ പോകുന്നത് രജിസ്ട്രാറിന്റെ അടുത്തും, മെയിൻ രജിസ്ട്രാറിന്റെ തീരുമാനങ്ങൾക്കെതിരെ അപ്പീൽ പോകുന്നത് ഗവൺമെന്റിന്റെ അടുത്തുമാണെന്ന് ഓർത്തു വെച്ചേക്കും. അടുത്ത പോയിന്റ് മനസ്സിലാക്കണം, അപ്പീൽ അണ്ടർ സബ്സെക്ഷൻ 1 shall be made within 60 days from the date of the order or decision. ഇവിടെയും നമ്മൾ അപ്പീൽ നൽകേണ്ടത് എത്ര നാളുകൾക്കകമായിട്ടാണെന്ന് ചോദിച്ചാൽ 60 ദിവസത്തിനകമാണ് കേട്ടോ. അപ്പീൽ അണ്ടർ സബ്സെക്ഷൻ 1 shall be made within 60 days from the date of the order or decision എന്ന് ഓർത്ത് വെച്ചു. ഓക്കെ, പിന്നെ പറഞ്ഞത് ഇഫ് ദ ഓർഡർ ഓർ ഡിസിഷൻ വാസ് മെയ്ഡ് ബൈ ദ രജിസ്ട്രാർ ടു ദ ഗവൺമെന്റ്. അപ്പം രജിസ്ട്രാറിന്റെ ഒരു ഓർഡർ അല്ലെങ്കിൽ ഡിസിഷൻ ആണെങ്കിൽ അതിനെതിരെ നമ്മൾ അപ്പീൽ പോകുന്നത് ഗവൺമെന്റിന്റെ അടുത്തും. ഇനിയും എന്താണ് പറയുക, ഇൻ അതർ കേസസ്, മറ്റ് കേസസിൽ നമ്മൾ രജിസ്ട്രാറിന്, മറ്റ് കേസസ് എന്ന് പറഞ്ഞ അർത്ഥമാക്കുക ഫങ്ഷണൽ രജിസ്ട്രാർമാരുടെ തീരുമാനങ്ങൾക്കെതിരെ രജിസ്ട്രാറിന്റെ അടുത്തും, മെയിൻ രജിസ്ട്രാറിന്റെ തീരുമാനത്തിനെതിരെ ഗവൺമെന്റിന്റെ അടുത്തും. നിങ്ങൾ ഓർത്ത് വെച്ചേക്കുക, ഫങ്ഷണൽ രജിസ്ട്രാറിന്റെ തീരുമാനത്തിനെതിരെ പോകുന്നത് എവിടെയാണ്, രജിസ്ട്രാറിന്റെ അടുത്തും. ഇനിയും മെയിൻ രജിസ്ട്രാറിന്റെ തീരുമാനങ്ങൾക്കെതിരെ നമ്മൾ അപ്പീൽ കൊണ്ട് പോകുന്നത് ഗവൺമെന്റിന്റെ അടുത്തുമാണെന്ന് ഓർത്ത് വെച്ചേക്കുക. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ കഴിഞ്ഞിട്ടില്ല, 83 ആയതേ ഉള്ളൂ. ഇനി 84, 85, 86, 87 കിടക്കുകയാണ് കേട്ടോ. ഓക്കെ, നമുക്ക് വരും ക്ലാസ്സുകളിൽ വരും വീഡിയോസിൽ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. ഇപ്പൊ പാർട്ട് 1 3 സെക്ഷനാണ്, 81, 82, 83. ഓക്കെ, ഒരു കാര്യം കൂടെ നിങ്ങളിലേക്ക് അപ്ഡേറ്റ് ചെയ്യുന്നതാണ് നമ്മൾ വന്നിട്ടുള്ളത്. നമ്മൾ ടീം എൻട്രി അല്ലെ, ഇതിനു വേണ്ടി CSEBയുടെ കോഴ്സുകൾ റൺ ചെയ്യുന്നുണ്ട് അല്ലെ. ക്ലർക്ക് ക്യാഷ് പരീക്ഷയ്ക്ക് ഉള്ള ആവശ്യമായിട്ടുള്ള ഒരു കംപ്ലീറ്റ് പാക്കേജ് ആണ് നമ്മൾ ഓഫർ ചെയ്യുന്നത്. സിലബസ് ബേസ്ഡ് നമ്മുടെ ഫീച്ചേഴ്സുകൾ, പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ സിലബസ് ബേസ്ഡ് റെക്കോർഡഡ് ക്ലാസ് ആണ്. സിലബസ് ബേസ്ഡ് റെക്കോർഡഡ് ക്ലാസ്സുകൾ, അതായത് പ്രോപ്പർ ഫുൾ സിലബസ് നമ്മൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഷുവർ റിസൾട്ട്സുകൾ, പിന്നെ അപ്ഡേറ്റഡ് മോക്ക് എക്സാംസ് ആൻഡ് സ്റ്റഡി മെറ്റീരിയൽസ്. നമുക്ക് മോക്ക് എക്സാംസ്, നമ്മൾ എത്രത്തോളം പഠിച്ചാലും മോക്ക് എക്സാംസുകളൊക്കെ എഴുതി നോക്കിയെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് നമ്മുടെ ലെവൽ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. പിന്നെ സ്റ്റഡി മെറ്റീരിയൽസുകൾ, ഫാക്കൽറ്റി, പിന്നെ സ്പെഷ്യൽ മെന്റർഷിപ്പ് പ്രോഗ്രാംസ്. നിങ്ങൾക്ക് ഒരു മെന്റർ ഉണ്ടായിരിക്കും, നിങ്ങളുടെ സംശയങ്ങളൊക്കെ എന്താ പറയുക ഡൗട്ടുകളൊക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ഒരു മെന്ററിന്റെ സേവനം ലഭ്യമാണ്. പിന്നെ PVQ സ്പെഷ്യൽ എക്സാംസുകളൊക്കെ ഉണ്ട്, ഡെയിലി ബേസ്ഡ് എക്സാംസ് ഉണ്ട്. ഓക്കെ, പിന്നെ ലൈവ് ക്ലാസ്സുകളുണ്ട്. അപ്പൊ നമ്മൾ വളരെ നല്ല രീതിയിൽ അല്ലെ ഒരു കംപ്ലീറ്റ് പാക്കേജ് ആണ് എൻട്രി ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതുമായി കൂടുതൽ അറിയാൻ വേണ്ടി അല്ലെ നമ്മുടെ നമ്പറിലേക്ക് ബോർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, 7736122215 കേട്ടോ.
3612215 എന്ന് പറഞ്ഞ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ വളരെ നമ്മുടെ കോഴ്സ് ഫീയും തുടങ്ങിയ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റും. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. എല്ലാവർക്കും വിജയാശംസകൾ. ഓക്കെ, താങ്ക് യു.